ഹോട്ടലിലെ തൊട്ട് ഓപ്പോസിറ്റ് ആയിരുന്നു കല്യാൺ സിൽക്സിൻ്റെ ഷോറൂം. സൗണ്ടൊക്കെ ആണെങ്കിലും ഭയങ്കര ലൗഡ് സൗണ്ടാണ്. എൻ്റെ ഹെയർ ഫുള്ള് കേൾ ചെയ്തു കേട്ടോ, മൊത്തം കേളയാണായിരുന്നു എൻ്റെ ഹെയർ മൊത്തം. ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം. ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം വേറൊന്നുമല്ല, ഞാൻ ഇന്ന് നമ്മുടെ സൂപ്പർ സ്റ്റാർ രാജുവേട്ടൻ്റെ കൂടെ കല്യാൺ സിൽക്സിൻ്റെ ആഡ് ചെയ്യാൻ പോവാണ്. ഞാൻ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് കുളിച്ച് ഫ്രഷായി. 6 മണിക്കാണ് അവർ കോൾ ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഹോട്ടലിൽ ഞാനും അപ്പയും കൂടെ പോവാണ്. അമ്മയും നന്ദുവൊക്കെ ഉണ്ട്, പക്ഷെ അവരൊക്കെ ഉറക്കത്തില്ല. അപ്പം ഞാനും അപ്പയും കൂടെ ആണ് ഷൂട്ടിന് പോകുന്നത്. എൻ്റെ ഈ ഹോട്ടലിലെ തൊട്ട് ഓപ്പോസിറ്റ് ആയിരുന്നു കല്യാൺ സിൽക്സിൻ്റെ ഷോറൂം. അപ്പോൾ എനിക്കിങ്ങനെ നടന്ന് കയറിയാൽ മതി. പക്ഷെ ഞാൻ വളരെ നേരത്തെ ആദ്യമായിട്ട് അങ്ങനെ ഷൂട്ടിന് പോയി. ഭയങ്കര പങ്ക്ച്വലായിരുന്നു, കാരണം ഇങ്ങനെ നടന്നിറങ്ങിയാൽ മതിയായതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ പോയി. പക്ഷെ ആ സമയപ്പോഴത്തേക്കും ആരും വന്നില്ലായിരുന്നു ഷൂട്ടിന്. അപ്പോൾ ഞാൻ വിചാരിച്ച് ചായ കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും അപ്പയും കൂടെ പോയി ചായ കുടിച്ചു. ഷൂട്ട് എറണാകുളത്തായിരുന്നു കേട്ടോ, കല്യാൺ സിൽക്സിൻ്റെ എറണാകുളത്തെ ഷോറൂമിലായിരുന്നു. അങ്ങനെ ഞാൻ വന്നു. ഇതാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അപർണ ചേച്ചി. ഈ ഓറഞ്ച് ഉടുപ്പിട്ടിരിക്കുന്ന ആളാണ്. അവിടുത്തെ എൻ്റെ അമ്മയായിട്ട് ചെയ്യുന്ന ചേച്ചിയുണ്ട്, തുഷാര ചേച്ചി. ഇത് ഒരു ക്യൂട്ടിപ്പായി കുഞ്ഞുവാവ ഉണ്ടായിരുന്നു. അങ്ങനെ മേക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപർണ ചേച്ചി എന്നെ സുന്ദരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചേച്ചിക്ക് അസിസ്റ്റൻ്റായിട്ട് വന്നതായത് സ്മൃതി ചേച്ചിയാണ്. ചേച്ചി എൻ്റെ ഹെയർ ഫുള്ള് കേൾ ചെയ്തു കേട്ടോ, മൊത്തം കേളയാണായിരുന്നു എൻ്റെ ഹെയർ മൊത്തത്തിൽ. അത് എത്ര ഒരു 1.5 മണിക്കൂർ എന്തോ എടുത്തെന്ന് തോന്നി ഇത് ഫുൾ കേളിയാനായിട്ട്. അങ്ങനെ ഏകദേശം റെഡി ആവാറായിരുന്നു, ഷൂട്ട് തുടങ്ങാറായി. അപ്പോൾ അങ്ങനെ ചേച്ചിയാണ് കോസ്റ്റ്യൂം ഒക്കെ ചെയ്ത് തന്നത്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു ലാവൻഡർ കളർ സ്കേർട്ടും ഒരു ബ്രൗൺ കളർ ടോപ്പും ആയിരുന്നു. അങ്ങനെ ആക്ച്വലി രാജുവേട്ടൻ വരുന്നതിന് മുന്നേ ഞങ്ങളുടെ ഷോർട്സ് എല്ലാം എടുത്തു തീർക്കണമായിരുന്നു. അപ്പം സൂപ്പർ സ്റ്റാർ വന്നു കഴിഞ്ഞാൽ ഷടപടേന്ന് കാര്യങ്ങൾ പോവുമല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പം ഇതാണ് ഐശ്വര്യ ചേച്ചി. ആക്ച്വലി എനിക്ക് എങ്ങനെയാണ് ഈ ആഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ടപ്യോക്ക എന്ന് പറഞ്ഞിട്ട് ഒരു ആഡ് ഓൾറെഡി ചെയ്തായിരുന്നു. അതിൻ്റെ പ്രൊഡ്യൂസേഴ്സായിരുന്നു ഐശ്വര്യ ചേച്ചിയും ബ്രിജിത്തേട്ടൻ. നിൽക്കണം ബാക്കിൽ ബ്രിജിത്തേട്ടൻ. അപ്പോൾ അവർ ഓൾറെഡി അത് ചെയ്ത ആ സെയിം ടീമായിരുന്നു ഇതും. അപ്പോൾ എനിക്ക് അവരാണ് എന്നെ ഈ ആഡിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. കേട്ടപ്പോൾ തന്നെ ഞാനിങ്ങനെ അങ്ങനെ നമ്മുടെ നായകൻ എത്തിയിട്ടുണ്ട് ഗായ്സ്. ഇത് രാജുവേട്ടൻ ഇല്ലാത്ത ഷോട്ടാണ്. നിങ്ങൾ കാണൂ, രാജുവേട്ടൻ കണ്ടോ. അങ്ങനെ രാജുവേട്ടൻ്റെ സിസ്റ്റർ റോളാണ് കേട്ടോ. എൻ്റെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വരുന്ന പോലെ ആയിരുന്നു. രാജുവേട്ടൻ്റെ കൂടെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഓടി വന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഫസ്റ്റ് ഇങ്ങനെ രാജുവേട്ടൻ വന്നപ്പോൾ ഇങ്ങനെ ഹായ് സർ, ഞാനാണ് അനീത്തിയായിട്ട് അഭിനയിക്കുന്നുണ്ട്, ഹലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭയങ്കര ഗ്ലാമറാണ്, നേരിട്ട് കാണാൻ ഒരു രക്ഷയില്ല, ഭയങ്കര സുന്ദരനാണ്. പിന്നെന്താ, സ്റ്റാർ തന്നെ. നമുക്ക് ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു വാവ് എന്നൊരു ഫീലാണ്. പിന്നെ സൗണ്ടൊക്കെ ആണെങ്കിലും ഭയങ്കര ലൗഡ് സൗണ്ടാണ്. ലൈക്ക് ആ ഒരു ഹോള് മൊത്തത്തിൽ രാജുവേട്ടൻ്റെ ആ ഡയലോഗ് പറയുമ്പോൾ കേൾക്കായിരുന്നു. ഇത് ഞാൻ അപ്പം തന്നെ ഓൺ ദി സ്പോട്ട് ഡബ്ബിങ് ചെയ്തു, അതിൻ്റെയാണ് ഇത്. അങ്ങനെ ഞാൻ ഷൂട്ടെല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി. ഭയങ്കര ഹാപ്പി ആയിരുന്നു. രാജുവേട്ടനോട് ഫോട്ടോ ഒക്കെ എടുത്തു. ഇനിയും പരസ്യം കാണാത്തവരുണ്ടെങ്കിൽ ഇതാണ് പരസ്യം. കല്യാൺ സിൽക്സ് ആഡ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, ഇത് വരും. ചേട്ടാ ഇത് വേണോ, അതായിരുന്നു എൻ്റെ ഡയലോഗ്. എന്തായാലും സോ ഹാപ്പി, കാരണം ഇത്രയും വലിയൊരു ആഡിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. സോ ഇത്രയാണ് BTS. അപ്പോൾ ബൈ.